ആദ്യമേ തന്നെ പറയാനുള്ളത് മൂന്നാമത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകിയിരിക്കുകയാണ്. ആ പെൺകുട്ടി എങ്കിൽ പോലും ഞാൻ എന്താ പറയേണ്ടത്? എന്തോന്നാണ് എന്റെ പൊന്നോ, കേരളത്തില് ഒരു ചാനൽ ചർച്ചയിലും വേറെ ഒരു വാർത്തയില്ല, ഒന്നുമില്ല. എല്ലാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ ഓടി നടക്കുക. ഇന്നത്തെ ദിവസം രാവിലെ നേരം വെളുത്തപ്പോ തൊട്ട് രാഹുലിന്റെ ഇതെന്നും പറഞ്ഞു ഇതിപ്പോ എത്ര മാസമായി ചാനലുകാരും മറ്റും ഈ രാഹുലിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വേറെ ഒരു വാർത്ത ഇപ്പൊ കൊടുക്കാനില്ല. ഈ പറയുന്ന ശബരിമലയുടെ പ്രശ്നമാണെങ്കിൽ ഇപ്പം മന്ത്രിമാർ റിനി വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ റിനിയോട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ അടുത്ത സമയത്ത് വി ഡി സതീശനെതിരെ ഒരുപാട് നോട്ടീസും കാര്യങ്ങളും വന്ന സമയത്ത് എന്തുകൊണ്ട് റിനി വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തില്ല? ഒരു പോസ്റ്റ് പോലും റിനിയുടെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും വിളിച്ച് പറയാനുള്ള ധൈര്യം പോലും റിനി കാണിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ റിനി വന്നിട്ട് കമന്റ് ഇടുന്നതാണ്, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന്. ഞങ്ങൾ എപ്പോഴും അതിജീവിതക്കൊപ്പമാണ്. ഒപ്പം നിൽക്കേണ്ട ആൾ സ്ട്രോങ് ആയിരിക്കണം. ഇനി മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും. ഇനിയിപ്പോൾ ഈ ഒരു കേസ് മാറുമ്പോൾ നാലാമത്തെ കേസ് വരുമ്പോൾ വീണ്ടും നമുക്ക് റിനിയെ കാണാം. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. ഞാനൊന്ന് കിടന്നുറങ്ങിയപ്പോൾ ഓരോരോ കഥയാണ്. ഇപ്പൊ സൺസ്ക്രീൻ മുതൽ ഷൂ വരെ ആയി അണ്ണനെ മേടിച്ചു കൊടുത്തേക്കുന്നത്. സൺസ്ക്രീൻ മുതൽ 3 BHK ഫ്ലാറ്റ് വരെ പട്ടിണി ആണെന്നും പറഞ്ഞ് പണം തട്ടി എന്നൊക്കെ ഉള്ള രീതി പറയുന്നു. ഓക്കെ, അപ്പം ഈ അടിമുടി എല്ലാം മേടിച്ചു കൊടുത്ത വ്യക്തി തന്നെയാണ് ഇപ്പം പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം എന്താ പറയണ്ടേ, പരസ്പര സമ്മതത്തോടാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പരസ്പര സമ്മതത്തോടെ, അല്ലാതെ ഓക്കെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അറസ്റ്റ് നടന്നിട്ടുണ്ട്. എന്തായാലും 14 ദിവസം രാഹുൽ എന്തായാലും ചെയ്യില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. എവിടെ ശബരിമല കേസായിട്ട് അവിടെ പോയി. ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അടുത്ത വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഏഷ്യാനെറ്റ് മുതൽ എല്ലാ ചാനലിലും രാവിലെ തൊട്ട് അവസാനം വരെ ഈ രാഹുലിന്റെ വിഷയം മാത്രം. ഇന്ന് അമിത്ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ പറയാനറിയാലോ പുള്ളി ആരാണെന്ന്. അദ്ദേഹം വരുന്ന ഒരു ദിവസമാണ്. എവിടെ പോയി അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പോലും ഇല്ലല്ലോ. ഇത് BJPക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരുന്നു. കാരണം അമിത്ഷാ വന്നിട്ട് ന്യൂസിൽ പോലും പുള്ളിക്കാരനില്ല. ഓക്കെ, അത് മാത്രമല്ല ശബരിമല വിഷയം എവിടെ പോയി? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണേ ജനങ്ങളെ. പിന്നെ ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ താഴെര ദുബായിലെ പെണ്ണ്, ദുബായാന്ന് പറയുന്നത് കാനഡയാന്ന് പറയുന്നത്, ഓക്കെ, ആ പെണ്ണ് എൻ്റെ അമ്മയാണെന്ന് ഒരുത്തൻ കമന്റ് ഇട്ടു. ഫേക്ക് ഐഡിയ ആണോ ഒറിജിനൽ ഐഡിയ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിന് മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ക്ഷമിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ക്ഷമിക്കാനാണ്. അപ്പം എൻ്റെ താഴെ വന്ന കമന്റാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു, തെറിവിളി. ഞാനൊന്നും മിണ്ടുന്നില്ല. നീയൊക്കെ എത്ര വേണമെങ്കിലും വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ, കാരണം നിനക്ക് അതൊക്കെയല്ലേ അറിയത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവം, സ്കൂൾ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി പ്രതിയുടെ ഫോണിൽ കുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ളൊരു ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് മലമ്പുഴയിലെ സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണോ വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം? ആ കുട്ടിക്കുണ്ടായ അനുഭവത്തിനെ കുറിച്ചാണോ ഇന്നിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം? രാഹുലിന്റെ കേസായിട്ട് 3 മാസം കൊണ്ട് ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം സംസാരിക്കുന്നില്ല? ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സത്യത്തിൽ ഇവിടെ വീഡിയോ ചെയ്യുന്നത്? ജനങ്ങളെ കാണിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ റീച്ചിന്, നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നു? ശബരിമല വിഷയം മറച്ചു വെക്കുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടമാണോ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയം? രാഹുൽ മാങ്കൂട്ടമാണോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണോ ഏറ്റവും വലിയൊരു വിഷയം? ആണോ അല്ലയോ? എനിക്ക് ചോദിക്കേണ്ട ചോദ്യം അതാ. കഷ്ടം. എന്തായാലും നമുക്ക് നമ്മുടെ റിനി ചേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് റിനിയുടെ ഒരു വീഡിയോ വെക്കാം. പിന്നെ വി ഡി സതീശന്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമന്റ്. നിങ്ങൾ രാഹുലിന്റെ കൂടെ നിൽക്കുന്നവർ കറക്റ്റായിട്ട് ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമന്റ് ഇടുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ് ചെയ്യുക. എന്തായാലും നമുക്ക് റിനിയുടെ വെക്കുന്നതിന് മുമ്പ് നമുക്ക് വി ഡി സതീശൻ പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്കിൽ പോലും ഞാൻ എന്താ പറയേണ്ടത്? അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. ഞങ്ങള് എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്?
ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അയോഗ്യനാക്കാനുള്ള ഒരു നിയമോപദേശം തേടുന്ന സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, അയോഗ്യനാക്കാൻ. അല്ല, അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലൊക്കെ എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്ക് അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? നിങ്ങൾക്കറിയാലോ നിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട് എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത്. എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും. ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എന്റെ പാർട്ടി ചെയ്തു, ഞാനല്ല, എന്റെ പാർട്ടി ചെയ്തു. അപ്പൊ ആലോചിക്കും. വരട്ടെ, സാങ്കല്പിക ചോദ്യമല്ലേ. വരട്ടെ, വരുമ്പോ അപ്പൊ ആലോചിക്കാൻ ഞാനല്ലല്ലോ പറയണ്ടത്, പാർട്ടിയല്ലേ തീരുമാനമെടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം, ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ നോ കമന്റ്സ്. ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റും പറയണം. കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം ലത്തീൻ സഭയുടെ ഉറച്ച ഓക്കെ, വി ഡി സതീശന്റെ നിലപാട് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലോട്ട് ഇനി ആരും ചെല്ലുമൊന്നും വേണ്ട. അതായത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോട് അങ്ങോട്ട് ചെന്ന് ബഹളം ഉണ്ടാക്കേണ്ട, അവരവിടെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചേർത്ത് പിടിക്കാനോ വേണമായിരുന്നു. കാരണം മുകേഷ്, ശശി, ഇങ്ങനെയൊക്കെ കുറെ അവന്മാരുണ്ടായിരുന്നു. ആണും പെണ്ണും കെട്ട കുറെ നാറികളുണ്ടായിരുന്നു. അവന്മാർ ഇപ്പോഴും താങ്ങി നടക്കുന്ന കുറെ മറിച്ച അവന്മാരൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ. അവന്മാർ ഇപ്പോഴും താങ്ങി നടക്കുന്നേ. നിങ്ങളുടെയൊക്കെ പാർട്ടിക്കാർ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ ഞാൻ എന്തോ പറയാനാ സത്യം പറഞ്ഞത്. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം തുടക്കമിട്ട് ഞാൻ പേര് ആരുടെയും പറഞ്ഞിട്ടില്ല, ഞാൻ രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ ഒരു യുവതി ഉണ്ട് എപ്പോഴും വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. എപ്പോൾ കേസ് വന്നാലും വന്നിട്ട് ഒരു മീഡിയയുടെ മുമ്പില നടി 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 എന്ന് പറയുന്ന നമ്മുടെ ചേച്ചിയുടെ വീഡിയോ ഞാൻ വെച്ചു തരാം. ഇതുപോലൊരു നന്മയോളി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾ ബീച്ചിനൊക്കെ ഇട്ട് ബീച്ചിലും ഒക്കെ ധൈര്യത്തോടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. വീട്ടിൽ നിങ്ങളുടെ ഏതെങ്കിലും മക്കളെ അങ്ങനെ ഇറക്കി നടത്തുമോ ആരെങ്കിലും? ബീക്കിനെയൊക്കെ ഇട്ട് റോഡിൽ കൂടെ അവിടെ കൂടെയും ബീച്ചിലൊക്കെ നടക്കാൻ അതിന് എന്താ പറയുക, ആണുങ്ങൾക്ക് ഉടുപ്പില്ല നടക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അതിൽ നമ്മുടെ റിനി, എല്ലാത്തിനും തുടക്കം കാര്യമായിട്ടുള്ള റിനി മേഡം പറയുന്നതിന്റെ വാക്കുകൾ നമ്മളൊന്ന് കേട്ടിട്ട് വരാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, മൂന്നാമത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകിയിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ. അതിന് നീ അഭിനന്ദിച്ചിട്ടുള്ളത് എന്താണ് കിട്ടാൻ പോകുന്നത് ഇവിടെ? നിങ്ങൾ ആരാ വലിയ സംഭവമാണോ? സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന നിങ്ങൾ ആരുടെയെങ്കിലും പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറയാതാണ് നിങ്ങൾ ഹൂ കേസ് എന്നും പറഞ്ഞിട്ട് ഇത് പോയത്. നിങ്ങൾ ഒരു പേര് പോലും പറയാൻ ധൈര്യം കാണാത്ത നിങ്ങൾ എങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക എന്ന് പറയുന്നു? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. എന്റെ ഐഡിയ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലെന്ന്. വലിയ സംഭവമാണ്. അന്തസ്സുള്ളവരാണ് ഈ പേര് വിളിച്ച് പറഞ്ഞാൽ, നട്ടുള്ളവരാണ് അതാ ചെയ്യുന്നത്. ഈ പെണ്ണുങ്ങൾ വിളിച്ച് പറയുന്നുണ്ടല്ലോ, രഹസ്യമായിട്ട് അവൾമാർ മൊഴി കൊടുക്കുന്നുണ്ട്. അവർക്ക് കാണിക്കുന്ന ധൈര്യം പോലും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ മയക്ക് തൂക്കി വരുന്ന കുറെ മൊണ്ണേശ്വരന്മാരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിഡ്ഢിത്തരം വിളിച്ച് പറയാൻ മാത്രമേ ഈ സ്ത്രീക്ക് അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ. അറിയിക്കുകയാണ്. കാരണം ഇത്രയധികം സൈബർ അറ്റാക്ക് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഷയം കൂടിയായിട്ടും ധൈര്യത്തോടെ മുന്നോട്ട് വന്നതിൽ ആ പെൺകുട്ടിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു. ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ അറിയാം, മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് 3 മാസങ്ങൾക്ക് ശേഷമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ആ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ വിഷയം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം മാത്രമാണ്. ഇതിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, 2 പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയും അതിനുശേഷം പരാതി നൽകുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ്. അതിനേക്കാൾ ഇവിടെ അതിജീവിതകൾ നേരിടുന്ന പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം നശിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയി എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയ പെൺകുട്ടി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു അമ്മ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് ആ പിഞ്ചോമനയുടെ മുഖം കാണാൻ കൊതിച്ചു നിന്ന ഒരു അമ്മയുടെ വേദന, രോദനം, കരച്ചിലാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഇനിയും പൊതുസമൂഹം രാഷ്ട്രീയ പ്രേരിതമായി കാണരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പെൺകുട്ടികൾക്കൊപ്പം, നിങ്ങൾക്കൊപ്പമാണ് ഈ കേരളത്തിൻ്റെ മനസാക്ഷി. ഇനി കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അടുത്ത സെന്റിമെന്റ്സ് ഉള്ള രീതിയിലാണ്. ഞാൻ എന്തോ പറയാനാ സത്യം പറഞ്ഞാലാ, ഞാൻ എന്തോ പറയാനാ.
ഇവരൊക്കെ ഈ സംസാരവും കാര്യം പക്വതയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഇവർ ഓരോ ഇന്റർവ്യൂ വന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ അമ്മ വാത്സല്യം എന്നൊക്കെ പറയുമ്പോൾ ആ ബീക്കിനിയുടെ കേസ് കേട്ട് ഒരമ്മമാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പോലും പറ്റുന്നില്ല ചില കാര്യത്തില്. എന്താ പറയാ, ഇവർക്കറിയാം എങ്ങനെ മനുഷ്യനെ തിരിക്കണം, എങ്ങനെ. ഇതിപ്പോ ആ കുഞ്ഞിന്റെ കേസ് കേട്ടെടുത്തിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്നു. സെന്റിമെന്റ്സ് എല്ലാവർക്കും, എല്ലാ കഥയിലും ഉള്ള കാര്യം ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഭർത്താക്കന്മാരുണ്ട്. എല്ലാവർക്കും ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് എന്താ പറയണ്ടേ, വേറൊരു ഇയാളുമായിട്ട് റിലേഷൻ ആവുന്നുണ്ട്, അവസാനം പ്രഗ്നന്റ് ആവുന്നുണ്ട്. എന്തോന്നാണ് ഇത്, എങ്ങോട്ട് ഇത് പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷെ ഓരോ കേസിൽ ഓരോ ഇത് കഴിയും. ഇപ്പൊ നാലാമത്തെ ഒരു കേസ് വരട്ടെ, ഈ കേസും രാഹുൽ നിരപരാധിയായിരിക്കും. അപ്പൊ നാലാമത് വരും. ഇവിടെ ശബരിമല വിഷയം മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ എടുത്തിട്ട് പുറത്ത് അകത്താക്കാൻ നോക്കും. ഇതേ നടക്കത്തുള്ളൂ ഇനി. ഞങ്ങളെല്ലാവരും എന്നാണ് പറയാനുള്ളത്. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, ഇത് 1, 2, 3 കേസുകളല്ല, ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. കാരണം ഓരോരുത്തരും അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, റീസെൻ്റ്ലി ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ വാർത്തകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന പലരും യഥാർത്ഥത്തിൽ എന്താണ്, അവരുടെ പൊയ്മുഖങ്ങൾ എന്താണ് എന്ന് പല കേസുകളുമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ളവർ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് ഈ പ്രബുദ്ധ സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കമിട്ട ഒരു വ്യക്തിയല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, VD സതീശന് ഒരു പ്രശ്നം വന്ന സമയത്ത് റിനി എവിടെ പോയി? റിനിയുടെ ഒരു പോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. VD സതീശന് ഒരു പ്രശ്നം വന്ന സമയത്ത് VD സതീശൻ ഒരു സപ്പോർട്ട് പോലും ചെയ്തിട്ടില്ലായിരുന്നു ഈ അടുത്ത സമയത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എങ്ങനെയൊക്കെയാന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ഇപ്പം എന്തെങ്കിലും റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നേരത്തെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി അയാൾക്ക് കുറച്ചും കൂടെ മൈലേജ് കൂടത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ അതേ അടുത്ത ഇലക്ഷന് നിൽക്കാൻ നേരത്തായിരിക്കും അടുത്ത പെണ്ണ് കേസ് കൊണ്ടുവരുന്നത്. സത്യം പറയാലോ, BJPയും കമ്മ്യൂണിസ്റ്റും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയും കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. ഒരു വോയിസ് നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങളുടെ മറുപടി കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇനിയെങ്കിലും ജനങ്ങളെ നിങ്ങൾ മണ്ടരാവരുത്. എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. അറിഞ്ഞ് പണിഞ്ഞേക്കുക. ബൈ, ലവ് യു ഓൾ. എന്തോന്നാണ് എന്റെ പൊന്നോ, കേരളത്തിലെ ഒരു ചാനൽ ചർച്ചയിലും വേറെ ഒരു വാർത്തയില്ല, ഒന്നുമില്ല. എല്ലാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ ഓടി നടക്കുക. ഇന്നത്തെ ദിവസം രാവിലെ നേരം വെളുത്തപ്പോ തൊട്ട് രാഹുലിന്റെ ഇതെന്നും പറഞ്ഞ് ഇതിപ്പോ എത്ര മാസമായി ചാനലുകാരും മറ്റും ഈ രാഹുലിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വേറെ ഒരു വാർത്ത ഇപ്പൊ കൊടുക്കാനില്ല. ഈ പറയുന്ന ശബരിമലയുടെ പ്രശ്നമാണെങ്കിൽ ഇപ്പം മന്ത്രിമാരൊക്കെ അകത്താവുമെന്ന് അറിഞ്ഞപ്പോഴത്തേന് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയും അകത്താക്കണം. ഇന്നലെയൊക്കെ നടത്തിയ സംഭവം എന്ന് പറയുന്നത് രാത്രി 12 മണി ആയപ്പോഴത്തേന് പുള്ളിക്കാരനെ പോയി അറസ്റ്റ് ചെയ്തേക്കുന്നു. എന്ത് നാടകീയമെന്നല്ല പറയണ്ടേ, ഇതിന് വേറെ എന്തേലും പേരൊക്കെ ഇട്ട് പുതിയതായിട്ട് വിളിക്കേണ്ടി വരും. അതല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയണ്ടേ? ഓരോരുത്തർ വരുന്നു ഓരോ തരത്തിലുള്ള പീഡനവും പറഞ്ഞ്, ആദ്യം വരുന്നതിന് കഴമ്പില്ല, രണ്ടാമത്തേന് കഴമ്പില്ല, ആദ്യത്തേനും രണ്ടാമത്തേനും ഇല്ലാത്ത തെളിവുകളുമായിട്ട് മൂന്നാമത്തത്, അതും എന്തൊക്കെ തെളിവുകളാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് പീഡിപ്പിക്കാൻ കൊണ്ടുവന്ന ആ സ്ത്രീയുടെ ഷൂ മേടിച്ചെന്നോ, ഷൂവിന് പൈസ മേടിച്ചെന്നും, പിന്നെ അവരുടെ വാച്ച് മേടിച്ചെന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വന്ന് പറയുന്നുണ്ട് വാർത്താ സമ്മേളനം വിളിച്ചിട്ട്. അതേ സമയത്ത് ഈ കഴിഞ്ഞിടയ്ക്ക് പാലക്കാട് വേറൊരു സംഭവം നടന്നായിരുന്നു. പാലക്കാട് വിദ്യാർത്ഥിനികളെ മദ്യം നൽകി പീഡിപ്പിക്കുന്നെന്നും പറഞ്ഞ്, ലൈംഗിക അതിക്രമം നടത്തിയെന്നും പറഞ്ഞ് അത് ഫോണിൽ പകർത്തി. മനസ്സിലായില്ലേ? അപ്പം ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് ആ സ്കൂളിനെതിരെ പ്രതികരിക്കാനോ ഒന്നിനും ഒരു വിദ്യാർത്ഥി സംഘടനകൾ പോലും പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇത് പ്രായമായിട്ടും അവര് കാണിച്ചു കൂട്ടിയതിന്റെ അവിഹിത കഥകൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നാണമില്ല, ഉളുപ്പ് വേണം ലേശമെങ്കിലും. മനസ്സിലായില്ലേ?
പരാതിക്കാർ വിദേശത്തിരുന്ന് ഇമെയിൽ അയക്കുന്നു, അതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുന്നു. എന്താ ഈ നടപടിയും കാര്യങ്ങളും ബാക്കിയുള്ള പൊതുജനങ്ങൾക്കൂടി ഇല്ലാത്തത്? ആ പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും മുഖ്യമന്ത്രിയുടെയൊക്കെ ഓഫീസിൽ എത്രയോ കേസുകളും കാര്യങ്ങളുമാണ് കെട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ, ചികിത്സാ സഹായത്തിന്റെയും മറ്റും പലതരത്തിലുള്ള ആ കാര്യങ്ങളിലും കൂടി ഈ പറയുന്ന വ്യഗ്രതയും കാര്യങ്ങളും ജാഗ്രതയൊക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ വളരെ ഉത്തമമായിരുന്നു. മനസ്സിലായില്ലേ? 9 കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഫയലുകൾ അവിടെ കെട്ടിക്കിടപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു നോക്കണം ഇടയ്ക്കൊക്കെ. ബി ജെ പി ഉള്ള ആൾക്കാർക്കൊക്കെ ശബരിമലയുടെ സ്വർണം പോയാലോ ഒരു പ്രതിഷേധവും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? MLA മാരുമാണെങ്കിലും പിന്നെ അവിടുത്തെ തന്ത്രിമാരും മറ്റു പലരെയും, മന്ത്രിമാരെ പിടിക്കാതെ തന്ത്രിമാരെ പിടിക്കുന്നു. അതിനൊന്നും ഒരു പ്രതിഷേധവും ഇല്ല, ഒരു പ്രക്ഷോഭവും ഇല്ല, ഒരു പ്രകസനം ഒന്നും, ഒരു കാര്യം കാണിക്കുന്നില്ല. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ CJP അങ്ങോട്ട് മുന്നിൽ വരും. ഏതാ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രാവശ്യം എങ്ങനെയും പാലക്കാട് പരാജയപ്പെടുത്തുക. ഇനി വരുന്ന ഇലക്ഷന് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയും കൂടി ഇറക്കി എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് ചാടിക്കുക, കോൺഗ്രസിനെ ചാടിക്കുക. അതിനുവേണ്ടി CJP എന്ന് പറയുന്ന മുന്നണി മുന്നിട്ടിറങ്ങിയേക്കുവാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. രാഹുലിനെ ന്യായീകരിക്കുമല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ചെയ്യണം. അതിന് ആരാണെങ്കിലും, ഏത് മകനാണെങ്കിലും ഏത് മോളാണെങ്കിലും ആരാണെങ്കിലും. മനസ്സിലായില്ലേ? അതേസമയത്ത് BJP 2ാം സ്ഥാനത്ത് കിടക്കുന്ന BJP എങ്ങനെയാലും ഈ പ്രാവശ്യം MLA ആയിട്ട് ഒരു MLA-നെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാലക്കാട് നിന്നാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം, BJP-ക്കാർക്കും അറിയാം, കോൺഗ്രസിനും അറിയാം. അതേസമയത്ത് എങ്ങനെയാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കോൺഗ്രസ്സുകാരുടെ കുറച്ച് വോട്ട് മാറ്റുകയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന BJP മുന്നോട്ട് വരും. അതിനുവേണ്ടി തന്നെയാണ് ഈ CJP മുന്നണി ഇപ്പോൾ അവിടെ കിടന്ന് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്ന ഏത് ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോവോ ഇല്ല എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. ഇത് ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന കേസുകളൊക്കെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടന്നതാണെങ്കിൽ ഇതൊന്നും ഒരു കോടതിയിൽ നിലനിൽക്കത്തില്ലെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പതിയെ കോടതിയിൽ നിന്ന് വരുന്ന വിധികളും കാര്യങ്ങളും കണ്ട് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കാം.